നമസ്കാരം. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇന്ത്യയിലെ സ്മാർട്ട് ഫോൺ വിപണിയിൽ ഒന്നാമത് നിൽക്കുന്ന കമ്പനിയാണ് ഷവോമി. 2019 അവസാന ക്വാർട്ടറിലും 27% മാർക്കറ്റ് ഷെയറുമായി ഈ ആധിപത്യം തുടരുകയാണ്. ഈ നേട്ടം കൈവരിക്കുവാൻ റെഡ്മി നോട്ട് സീരീസ് ഫോണുകൾ വഹിച്ച പങ്ക് വളരെ വലുതാണ്. ഇപ്പോൾ റെഡ്മി നോട്ട് 9 സീരീസ് ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. റെഡ്മി നോട്ട് 9 പ്രോ, നോട്ട് 9 പ്രോ മാക്സ് എന്നീ രണ്ട് മോഡലുകളാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇന്ന് നമുക്ക് റെഡ്മി നോട്ട് 9 പ്രോ ഫോണിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഡിസൈൻ നോക്കിയാൽ റെഡ്മി നോട്ട് 9 സീരീസ് ഫോണുകൾക്ക് സാംസങ് ഗാലക്സി നോട്ട് 10 S20 സീരീസ് ഫോണുകളിലെ പോലെ തന്നെ സെൻറ്റർ പഞ്ച് ഹോൾ ഡിസ്പ്ലേ ആണ് മുന്നിൽ. 3D കർവ്ഡ് ഗ്ലാസ് ബോഡിയാണ് പിന്നിൽ. ഫോണിൻ്റെ പിന്നിൽ മധ്യഭാഗത്ത് 4 ക്യാമറയും റെഡ്മി ബ്രാൻഡിങ്ങും കാണാം. 209 ഗ്രാം ഭാരമുണ്ട്. ട്രിപ്പിൾ കോണിംഗ് ഗൊറില്ല ഗ്ലാസ് 5 ആണ് മറ്റൊരു പ്രത്യേകത. മുന്നിലും പിന്നിലും മാത്രമല്ല ക്യാമറ അറയിലും ഗൊറില്ല ഗ്ലാസ് 5 പ്രൊട്ടക്ഷൻ നൽകിയിട്ടുണ്ട്. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ് ഫോണിനുള്ളത്. ഡിസൈനിലെ മേന്മകൾ നോക്കുകയാണെങ്കിൽ 3.5mm ഹെഡ്ഫോൺ പോർട്ട്, IR ബ്ലാസ്റ്റർ, USB Type-C റിവേഴ്സിബിൾ കണക്ടർ പോർട്ട്, ഡെഡിക്കേറ്റഡ് SD കാർഡ് സ്ലോട്ട്, P2i നാനോ കോട്ടിംഗ്, ട്രിപ്പിൾ ഗൊറില്ല ഗ്ലാസ് 5 പ്രൊട്ടക്ഷൻ, Z-ആക്സിസ് വൈബ്രേഷൻ മോട്ടർ എന്നിവയാണ്. സിംഗിൾ സ്പീക്കർ മാത്രമാണ് ഈ ഫോണിനുള്ളത്. ഇനി ഡിസ്പ്ലേയിലേക്ക് വന്നാൽ 6.67 ഇഞ്ച് ഫുൾ HD+ IPS LCD പാനലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് സെൻറ്റർ പഞ്ച് ഹോൾ ഡിസ്പ്ലേ ആണ്. സ്ക്രീനിൻ്റെ പിക്സൽ ഡെൻസിറ്റി 399 ppi, ആസ്പെക്ട് റേഷ്യോ 20:9, ഡിസ്പ്ലേ ബ്രൈറ്റ്നസ് 450 നിറ്റ്സുമാണ്. ഇനി പെർഫോമൻസ് സൈഡ് നോക്കുകയാണെങ്കിൽ ഗെയിം സെൻട്രിക് ചിപ്സെറ്റായ 2.3 GHz ഒക്ടാ കോർ സ്നാപ്ഡ്രാഗൺ 720G ആണ് ഈ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് 8 നാനോമീറ്റർ ചിപ്സെറ്റാണ്. ഗ്രാഫിക്സിന് വേണ്ടി അഡ്രീനോ 618 GPU ഉപയോഗിച്ചിരിക്കുന്നു. 5th ജനറേഷൻ ക്വാൾകം AI എഞ്ചിനാണ് ഈ ചിപ്സെറ്റിൻ്റെ സവിശേഷത. സ്നാപ്ഡ്രാഗൺ 730Gയിലെ പോലെ തന്നെ എലൈറ്റ് ഗെയിമിംഗ് ഫീച്ചേഴ്സുള്ള ചിപ്സെറ്റാണിത്. UFS 2.1, LPDDR4X RAM എന്നിവയുടെ കോമ്പിനേഷനിൽ മികച്ച ഡേറ്റ ട്രാൻസ്ഫറിംഗ് സ്പീഡ് കാഴ്ചവെക്കുന്നു. മികച്ച വൈഫൈ കവറേജിന് വേണ്ടി 2x2 മൈമോ വൈഫൈ, GPS-നേക്കാൾ കൃത്യതയുള്ള ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത നാവിക് എന്ന നാവിഗേഷൻ സിസ്റ്റം എന്നിവയാണ് പെർഫോമൻസ് സൈഡിലെ മറ്റ് പ്രത്യേകതകൾ. ഓപ്പറേറ്റിംഗ് സിസ്റ്റം MIUI 11 സ്കിന്നോടുകൂടിയ ആൻഡ്രോയിഡ് 10 ആണ്. ക്യാമറ സൈഡ് നോക്കുകയാണെങ്കിൽ f2.0 അപ്പർച്ചറോട് കൂടിയ 16MP ക്യാമറയാണ് മുന്നിൽ. ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ച് മികച്ച പോർട്രേറ്റ് ഫോട്ടോസ്, സ്ലോ മോഷൻ സെൽഫി വീഡിയോസ് എന്നിവ എടുക്കുവാൻ സാധിക്കും. പിന്നിൽ f1.8 അപ്പർച്ചറോട് കൂടിയ 48MP സാംസങ് GM2 സെൻസറും 119 ഡിഗ്രി ഫീൽഡ് ഓഫ് വ്യൂ ഉള്ള 8MP അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും 5MP മാക്രോ ലെൻസും കൂടാതെ 2MP ഡെപ്ത് സെൻസറും അടങ്ങുന്ന കോഡ് ക്യാമറ സെറ്റപ്പാണ് ഈ ഫോണിനുള്ളത്. മികച്ച മാക്രോ ഷോട്ട്സ് എടുക്കുവാൻ ഈ ഫോണിനാകും. മെയിൻ ക്യാമറയും അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയും ഉപയോഗിച്ച് സൂപ്പർ സ്റ്റഡി വീഡിയോസ് റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. വീഡിയോ പ്രൊമോട്ട് ഓപ്ഷൻസ് നിങ്ങളുടെ ഇഷ്ടാനുസരണം ഫ്രെയിം സെറ്റ് ചെയ്ത് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ സഹായിക്കും. 30fps 4K വീഡിയോ റെക്കോർഡിംഗ്, 60fps 1080p വീഡിയോ റെക്കോർഡിംഗ്, 120fps ഫുൾ HD സ്ലോ മോഷൻ വീഡിയോ റെക്കോർഡിംഗ്, 960fps HD സ്ലോ മോഷൻ വീഡിയോ റെക്കോർഡിംഗ് എന്നിവയാണ് മറ്റ് പ്രത്യേകതകൾ. ബാറ്ററി സൈഡ് നോക്കുകയാണെങ്കിൽ 5020 mAh ലിഥിയം പോളിമർ ബാറ്ററിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 18 വാട്ട് ഫാസ്റ്റ് ചാർജറാണ് ഫോണിനൊപ്പം ലഭിക്കുന്നത്. ഒറോറ ബ്ലൂ, ഗ്ലേഷ്യർ വൈറ്റ്, ഇന്റർസ്റ്റെല്ലാർ ബ്ലാക്ക് എന്നീ 3 കളർ വേരിയൻറ്റിൽ മാർക്കറ്റിൽ ലഭ്യമാകുന്ന ഈ ഫോൺ 4GB RAM 64GB സ്റ്റോറേജിന് ഏകദേശം 13,000 രൂപയും 6GB RAM 128GB സ്റ്റോറേജിന് ഏകദേശം 16,000 രൂപയുമാണ് വില. സ്പ്ലാഷ് പ്രൂഫ് ഡിസൈൻ, ട്രിപ്പിൾ ഗൊറില്ല ഗ്ലാസ് 5 പ്രൊട്ടക്ഷൻ, സ്നാപ്ഡ്രാഗൺ 720G ചിപ്സെറ്റ്, നാവിഗേഷൻ സിസ്റ്റം, വീഡിയോ പ്രൊമോട്ട്, 5020 mAh ബാറ്ററി എന്നിവയാണ് മറ്റ് മേന്മകൾ. LCD ഡിസ്പ്ലേ ആണെന്നതും മിക്ക മിഡ് റേഞ്ച് ഫോണുകളിലും ഇപ്പോൾ 64MP ക്യാമറയും 90Hz 120Hz റിഫ്രഷിംഗ് റേറ്റുമുള്ള ഡിസ്പ്ലേ ഉപയോഗിക്കുമ്പോൾ ഈ ഫോണിൽ 48MP ക്യാമറയും 60Hz റിഫ്രഷിംഗ് റേറ്റുള്ള ഡിസ്പ്ലേയും ആണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നതുമാണ് പറയത്തക്ക പോരായ്മകൾ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.